പോലീസും CPM ഗുണ്ടകളും അക്രമങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പിറവം, മണീട്, പാമ്പാക്കുട, രാമമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AICC അംഗം ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ പോലീസും CPM ഗുണ്ടകളും അക്രമങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പിറവം, മണീട്, പാമ്പാക്കുട, രാമമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാമമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് VJ ജോസഫ്, MA ജേക്കബ്, PS ജോബ്, അരുൺ കല്ലറയ്ക്കൽ, ഷാജു ഇലഞ്ഞിമറ്റം, ജെയ്സൺ പുളിക്കൽ, KK സോമൻ, പോൾ വർഗീസ്, എൽദോ ടോം, പോൾ ജയ സോമൻ, ബെന്നീസ് കറിയ, ഷീല ബാബു, അനിത സജി, ശോഭ എലിയാസ്, ഏലിയാസ് ഈനാകുളം, തമ്പി പുതുവാക്കുന്നേൽ, വർഗീസ് തച്ചിലക്കണ്ടം, ടൈറ്റസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് രാമമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിൽ തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AICC അംഗം ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രാജ്യം ഭരിക്കുമെന്നും അദ്ദേഹം നടത്താൻ പോകുന്ന അശ്ലീല കഥകളുടെ കൂടിച്ചേരലുകളാണ് ധർമ്മപുരാണമെന്ന് ഇന്ന് കേരളത്തിലെ ആ പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ്. സ്വന്തം ആസനം താങ്ങുന്ന കുറെ ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് നാടിനെ ആകെ നാറ്റിക്കുന്ന നിലപാടിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റും ഒരു ഭരണകൂടവുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുന്ന കാഴ്ച നാം കാണുകയാണ്. അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സമൂഹത്തെ ദുഷിപ്പിക്കുക, നാറ്റിക്കുക എന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ പിണറായി വിജയനും കോടിയേരിയും അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞു. ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ട് ഞങ്ങൾ മടങ്ങുമെന്ന സഖാക്കൾ പറയുന്നത്. നമ്മുടെ രാമംഗലത്ത് സഖാക്കൾ പോയി, അമ്മേ ഞങ്ങൾ പോകുന്നു, മടങ്ങി വരുന്നു, ഉറപ്പില്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് മുദ്രാവാക്യവുമായി പോയി. അവർ അവിടെ കിടന്നു. കുറച്ചു ദിവസം കിടന്നില്ല, മണിക്കൂറുകൾ കിടന്നപ്പോൾ തിരുവനന്തപുരം ആകെ നാറി. ആ നാട്ടിൽ തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ഈ ആഡംബര ബസ് 1.5 കോടി ഉറുപ്പികയുള്ള കടന്നു പോകുന്ന വഴികളിൽ കക്കൂസ് നാറുന്നു എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. പിറവം ബ്ലോക്ക് പ്രസിഡന്റ് PC ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യം ഭരിക്കുകയും ഈ സംസ്ഥാനം ഭരിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ചെറിയ അപജയം എവിടെയെങ്കിലും രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയെ ഇവിടെ നിന്നും മർദ്ദിച്ചൊതുക്കി നാടുകടത്താമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത് എങ്കിൽ പിണറായി വിജയന്റെ ഗുണ്ട രാജാക്കന്മാരായ പോലീസുകാർക്കും തെറ്റിയെന്ന് നിങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിടവരുതി നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ രക്തസാക്ഷികളാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന് നേതൃത്വം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുവാൻ ഈ രാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് എങ്കിൽ പിണറായി വിജയ, നിങ്ങൾ ഈ രാജ്യത്ത് 2, 3, 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭരണം നടത്തിയതെങ്കിൽ ഇന്ന് കേരളത്തിൽ മാത്രമായി നിങ്ങൾ ചുരുങ്ങിയെങ്കിൽ അത് നിങ്ങളുടെ ഗുണ്ടാരാജിന്റെയും നിങ്ങളുടെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെ ഫലമാണ്. യോഗത്തിൽ രാമമംഗലം മണ്ഡലം പ്രസിഡന്റ് MA ജേക്കബ് അധ്യക്ഷത വഹിച്ചു. DCC ട്രഷറർ KK സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എൽദോ ടോം പോൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പോൾ വർഗീസ്, PV സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK പ്രദീപ്, മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺ കല്ലറയ്ക്കൽ, PS ജോബ്, ബെന്നീസ് കറിയ, ഷാജു ഇലഞ്ഞിമറ്റം, ജോസഫ് വാക്കാന, ജെയ്സൺ പുളിക്കൽ, തമ്പി പുതുവാക്കുന്നേൽ, ബിജു വാളാടിയിൽ, ജോക്കുട്ടി മംഗലത്ത്, അബ്രഹാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ സോമൻ, ഷീല ബാബു, അനിത സജി, ശോഭ എലിയാസ്, സുരേഷ് കുമാർ PS, സജി ഓണക്കൂർ, രാജേഷ് KS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ്, അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.